മൂത്ത കുട്ടി അഡ്മിറ്റായെന്ന് കേട്ട പാടെ കിട്ടിയ പെട്ടിയും പുതിയ കുട്ടിയും എടുത്ത് ഞാൻ നേരെ ലിഫ്റ്റിൽ കയറി. പിന്നെ ഒന്നും നോക്കിയില്ല, വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. ഉള്ളതൊക്കെ എടുത്തുകൊണ്ട് കട്ടപ്പൊക്കെ പുറത്തിറങ്ങിയപ്പം മഞ്ഞ കാർ നോക്കി നടന്നപ്പോൾ ദണ്ട്ര വന്നൊരെണ്ണം. ഒന്നും നോക്കിയില്ല, വളരെ നിർബന്ധിതപൂർവ്വമായി അകത്ത് കയറി. അദ്ദേഹത്തിന് ടാക്സിക്കാരൻ എന്നെ കൊണ്ടുവിടാൻ താല്പര്യമുണ്ടോ എന്ന് ചെറിയ ഡൗട്ട് എനിക്ക് തോന്നി കേട്ടോ. കാരണം എന്തോ അത്യാവശ്യം ഉണ്ടായിരുന്നു അത്രേ. എന്തായാലും എന്നെ കണ്ട പാടെ പിന്നെ അവിടെ കൊണ്ടുവിട്ടു. വേറൊന്നും കൊണ്ടല്ല, പെട്ടിയും കിട്ടിയ കുട്ടിയും ഒക്കെ ആയി ഒരുപാട് കഷ്ടപ്പെട്ട് വന്നതല്ലേ. അങ്ങനെ കയറി ഇറങ്ങി യാത്ര തുടങ്ങി നോക്കിയപ്പോൾ ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ കണ്ട് ഞാൻ ഹോസ്പിറ്റലിലെത്തി. അവിടെ ചെന്നപ്പോൾ മോളിങ്ങനെ കിടക്കുകയാണ് കേട്ടോ. എന്താണ് ഓക്സിജൻ കുറഞ്ഞെന്നോ സാച്ചുറേഷൻ കുറഞ്ഞെന്നോ സംഭവം എങ്ങനെയൊക്കെ, എന്താണ് ഫീവർ, അത്രേ ഉള്ളൂ. പിന്നെ ഹസ്ബൻഡിനെയൊക്കെ തിരിച്ച് വീട്ടിൽ പറഞ്ഞു വിട്ട് ഞാൻ നോക്കുമ്പോൾ ഫുഡൊക്കെ വന്ന് കിടക്കുന്നുണ്ട്, ഒക്കെ റെഡി ആയിട്ടിരിക്കുന്നു. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ചേക്കാമെന്ന് വിചാരിച്ച് കൊച്ചിനെ രണ്ടുപേരും 2 ബെഡൊക്കെ കിടത്തി ഉറക്കിയതിന് ശേഷം ഫുഡൊക്കെ ഒന്ന് നോക്കിയപ്പം ആഹാ, വിഭവസമൃദ്ധമായ ഫുഡ്. അങ്ങനെ നോക്കി കുബൂസുണ്ട്, ബ്രെഡുണ്ട്, മുട്ടയുണ്ട്, പിന്നെ കോൺഫ്ലെക്സോ സംതിങ് അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. അങ്ങനെ എല്ലാം കണ്ടു. എല്ലാം അറ്റാറയുടെയാണെന്ന് മനസ്സിലാക്കി, എന്ന് വെച്ചാൽ മോളുടെ. ഗസ്റ്റിനും ഉണ്ട് കേട്ടോ, ഗസ്റ്റിന് വേറെ ഫുഡ്, പേഷ്യൻറ്റിന് വേറെ ഫുഡ്, എല്ലാം കണ്ടു മനസ്സിലാക്കി. അങ്ങനെ ഞാൻ ഫ്രൂട്ട് സാലഡ്സും എല്ലാം കണ്ടു കേട്ടോ. കൊള്ളാം, എല്ലാം നല്ല നല്ല ഭക്ഷണങ്ങൾ. ചീസ്, ബട്ടർ, വാട്ടർ, വെള്ളം, പാല്, മിൽക്ക് എല്ലാം ഉണ്ട്. പിന്നെ ഞാൻ എനിക്കുള്ള ഗസ്റ്റിനുള്ള ഫുഡും ഒന്ന് നോക്കി, എല്ലാം കണ്ട് മനസ്സിലാക്കി. ഞാനിതൊക്കെ അങ്ങ് സെറ്റാക്കി കഴിച്ച് തീർത്തു കേട്ടോ. അങ്ങനെ കഴിച്ചൊക്കെ തീർത്ത് എല്ലാം അടിപൊളിയാണെന്ന് മനസ്സിലാക്കി. പിറ്റേ ദിവസം ഡിസ്ചാർജ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. അല്ലെങ്കിൽ ഒരാഴ്ച ഇവിടെ കിടക്കായിരുന്നു, എന്താ സുഖം. അങ്ങനെ നോക്കി എൻ്റെ ഡയറ്റൊക്കെ നോക്കിയപ്പോൾ കൊള്ളാം. ഇത് തന്നെ വീട്ടിൽ ചെന്നാൽ ഫോളോ ചെയ്താൽ മതി എന്ന് ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു കേട്ടോ. വളരെ നല്ലതാണ്, നിങ്ങൾക്കും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. എല്ലാം കൊള്ളാം, ഗ്രാം മാത്രം. അങ്ങനെ സമാധാനമായിട്ട് സന്തോഷമായിട്ട് 2 മക്കളെ നോക്കി ഞാൻ ഹോസ്പിറ്റലിൽ അങ്ങനെ ഇരുന്നു. പിന്നെ ക്യാമറയൊക്കെ വെച്ച് ഞാനും ഒന്ന് നടന്നു നോക്കിയാൽ വീഡിയോ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി, നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അങ്ങനെ ഞാനും ക്യാമറയൊക്കെ വെച്ച് നോക്കി, ഞാനും ഒന്ന് നടന്നു നോക്കി എന്നെ കിട്ടുന്നുണ്ടോയെന്ന്. കൊള്ളാം കേട്ടോ, എന്നെയും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള ഷോർട്സിൽ നമുക്ക് ഇങ്ങനെയൊക്കെ നോക്കാം, ഓരോരോ പരീക്ഷണങ്ങളെ. പിന്നെ ഞാൻ ബ്രെയിനുള്ളൊരു പ്രാക്ടീസിന് വേണ്ടിയിട്ട് പിറ്റേ ദിവസം രാവിലെ ഒരു കാപ്പി കിട്ടി. 2 പേർക്കും എടുത്തു, അവൾക്ക് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2 സൈഡിലും ഒരേ സൈഡിലേക്ക് ആൻറ്റി ക്ലോക്ക് വൈസും ഒക്കെ നോക്കി, എല്ലാം ഒരു സൈഡാണെന്ന് മനസ്സിലായി. പിന്നെ കാപ്പിയൊക്കെ കുടിച്ച് ഉച്ചയ്ക്ക് ഡിസ്ചാർജ് മേടിച്ച് ഞങ്ങളങ്ങ് പോയി കേട്ടോ. എന്നാൽ ശരി, ബൈ.